നോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ശ്രീരാജ് കിഡ്നിയും പാൻക്രിയാസും തകരാറിലായി 3 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്യുകയായിരുന്നു. 3 വർഷം കൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ആദ്യത്തെ ഡയാലിസിസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഹോസ്പിറ്റലിലുള്ള ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്താൽ അത്ഭുതം കാട്ടിത്തരും, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പോകുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മാതാവിന് വിശ്വാസമുണ്ട്, ഞാൻ അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. 2023 ഡിസംബർ മാസത്തിലായിരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. അതിനു മുമ്പ് 15 ലക്ഷം രൂപയാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് സർജറിക്കായി അടച്ചിരുന്നത്. 25 ലക്ഷം രൂപയാണ് അവർ സർജറിക്കായിട്ട് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ബാക്കി തുക കണ്ടെത്താൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഞങ്ങൾക്ക് ഒന്നും സാധിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഒരുപാട് സഹായമാണ് ചെയ്തു തന്നത്. ആ ബാക്കി തുക എനിക്ക് അടയ്ക്കാൻ സാധിച്ചു. അത് തന്നെയുമല്ല, പാൻക്രിയാസ് മാറ്റിവെക്കേണ്ടതെന്ന് പറയുന്നത് കിഡ്നി മാറ്റിവെക്കുന്നത് പോലെയല്ല. അതെന്ന് പറയുന്നത് ഒരു ബ്രെയിൻ ഡെത്ത് വരുന്ന ഒരു വ്യക്തിയുടെ മാത്രമേ വെക്കാൻ പറ്റൂ. ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കൂ. അതെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം സംഭവിക്കണം എന്നത് തന്നെയാണ് അവിടെ നടക്കുന്ന നിയോഗം. പക്ഷേ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും എൻ്റെ മോൻ്റെയും എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഒരു ഫലം കൊണ്ട് തന്നെ ആണ് എൻ്റെ മാതാവ് എനിക്ക് അത്ഭുതം കാട്ടിത്തന്നു. 2025 മാർച്ച് 26-ാം തീയതി ഞങ്ങളെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു സർജറിക്കായിട്ട്. ബ്രെയിൻ ഡെത്ത് വന്നു. ഒരു ആക്സിഡൻറ്റ് കേസായിരുന്നു. ആ മോൻ 19 വയസ്സുള്ള ചേർത്തലയിലുള്ള ധന്യ ചേച്ചിയുടെയും ജിമ്മി ചേട്ടൻ്റെയും ഒരു മോനായിരുന്നു, മൂത്ത മകനായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയായിരുന്നു. ആ മോൻ്റെ ബ്രെയിൻ ഡെത്ത് വന്നത് കാരണം ഞങ്ങൾ 5 പേർക്കാണ് ആ ഓർഗൻ ദാനം ചെയ്തത്. ആ ചേച്ചിക്കും ചേട്ടനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാര്യം ആ മോൻ്റെ പാൻക്രിയാസും കിഡ്നിയും ഞങ്ങൾക്കാണ് ലഭിച്ചത്. പെട്ടെന്ന് കത്തുന്നെന്ന് പറയുന്ന സത്യം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് ആംബുലൻസ് വരെ റെഡിയാക്കി വെച്ചേക്കണം, സർജറിക്ക് ഏത് നിമിഷവും വിളിക്കും, ആ നിമിഷം നിങ്ങളവിടെ എത്തിയിരിക്കണം. അതിനു മുമ്പ് നമ്മുടെ ബോഡി ടെസ്റ്റ് 1 ലക്ഷം രൂപയുടെ ബോഡി ടെസ്റ്റാണ് അവിടെ എല്ലാം ചെയ്തിരുന്നത്. അത് ചെയ്തിട്ട് 1 വർഷം ഞങ്ങൾ കാത്തിരുന്നു. അന്നേരം ഒന്നും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിട്ടില്ല. 2022-ലാണ് ഈ സംഭവം. 2023-ലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയും ചെയ്തു. അന്നേരം അവിടെ പറഞ്ഞു, ഒരു CT സ്കാൻ ഉണ്ട്, അത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സർജറി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അണ്ണൻ്റെ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന ആ രക്തക്കുഴലിനകത്തൂടെ ഇൻഫെക്ഷൻ ഉണ്ടായതിനെ തുടർന്ന് ഞാൻ ഒരുപാട് നെർവുകൾക്ക് പ്രശ്നമുണ്ടായി. അതുകൊണ്ട് 99% നടക്കുമെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് അത്ഭുതമാണ്. ഞാൻ എൻ്റെ അണ്ണൻ്റെ ദേഹത്ത് തൈലം പുരട്ടി മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ CT സ്കാനിന് വിട്ടത്. അത്ഭുതമെന്ന് പറയട്ടെ, ഇറങ്ങി വന്ന ഡോക്ടർ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് നടക്കും, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വിളിക്കുന്ന വിളി കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞ് അന്ന് രാത്രി സർജറിക്കായിട്ട് കയറ്റി. 12 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു. സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കിഡ്നിയും പാൻക്രിയാസുമാണ് വെച്ചിരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം പാൻക്രിയാസ് എന്ന് പറയുന്നത് ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ കിഡ്നിയും ഡാമേജ് ആവും. അപ്പോൾ നിങ്ങളിപ്പോൾ 25 ലക്ഷം രൂപ അടച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് സംഭവിച്ചാലും നിങ്ങൾ തരണം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞ്. ഞാൻ അന്നേരവും എൻ്റെ മാതാവിനെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. തൈലം എൻ്റെ കയ്യിൽ അന്നേരവും ഇരിപ്പുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞ്, ഇല്ല ഡോക്ടറെ, എനിക്ക് വിശ്വാസമുണ്ട്, 100% എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമെന്ന്. അത് തന്നെ സംഭവിച്ചു. 2 ആഴ്ചയാണ് ICUയിൽ ഇരിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഒരാഴ്ച കൊണ്ട് തന്നെ ബെറ്റർ ആവുകയും ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്ത്. റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 1 മാസം ഞങ്ങളവിടെ നിൽക്കണമെന്ന് പറഞ്ഞ്. ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, അതുകൊണ്ട് 1 മാസം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നേ പറ്റൂ. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ച കൊണ്ട് വീണ്ടും ഞങ്ങൾ റിക്കവറായി. അവിടെ തന്നെ റെൻറ്റിന് ഞങ്ങൾ വീടെടുത്തു. 3 മാസമാണ് എടുക്കണമെന്ന് പറഞ്ഞത്. വലിയ എമൗണ്ടാണ്, 1 മാസം തന്നെ 25,000 രൂപയാവും റെൻറ്റിന്. പക്ഷേ
ഞങ്ങൾ എടുത്തു. 1.5 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബെറ്ററായിട്ട് വരാൻ പറ്റി. ഞങ്ങൾക്ക് മൊത്തം 3 മാസം പറഞ്ഞെടുത്ത് ഞങ്ങൾ 2 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനും സാധിച്ചു. എൻ്റെ മാതാവ് അവിടെ കാണിച്ചു തന്ന അത്ഭുതം തന്നെയാണത്. അത് തന്നെയല്ല, ഇപ്പോൾ 10 മാസമായി സർജറി കഴിഞ്ഞിട്ട്. ഈ 10 മാസം ആയപ്പോൾ ഇപ്പം കഴിഞ്ഞ മാസം ചെക്കപ്പിന് ചെന്നപ്പോൾ പറഞ്ഞ് ചെറിയ ചെറിയ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. 10 കിലോ വെയിറ്റ് എടുക്കാം, ചെറിയ ജോലിക്കും പോകാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ട് ചെറിയ ഡ്രൈവിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ട്. 4 വീലറിൻ്റെ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട്. ഇത് തന്നെയല്ല, 19 വയസ്സുള്ള ആ മകൻ്റെ അത് നമുക്ക് അത്ഭുതമാണ്. കാര്യം ആ കുഞ്ഞിൻ്റെ മാർച്ച് 26-ാം തീയതിയാണ് അതിൻ്റെ പൂജകൾ നടക്കുന്നത്. എല്ലാവരും ആ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുപരി എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ മാതാവിനോടും എൻ്റെ തിരുകുമാരനോടും എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ തന്നെയല്ല, നമ്മൾ ആര് വിളിച്ച് പ്രാർത്ഥിച്ചോ, കരഞ്ഞ് വിളിച്ചിട്ടുണ്ടോ, ഉറപ്പാണ്, ഞാൻ ഉറപ്പ് തരുന്നു, എൻ്റെ അനുഭവമാണ്, എൻ്റെ മാതാവ് വിളി കേൾക്കും, ഉറപ്പാണ്. നിങ്ങൾ അതുപോലെ വിളിക്കണം. പക്ഷേ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുന്ന സമയത്തും തിരി കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അതിൽ ഉടമ്പടി എടുത്തിട്ടുള്ളവരും ഇല്ലാത്തവരും ആരായാലും ശരി തന്നെ മാതാവിനെ വിളിച്ചിട്ടുണ്ടോ, മാതാവ് വിളി കേട്ടിരിക്കും, ഉറപ്പാണത്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അവിടെ ഞാനത് കൊണ്ടു കൊടുക്കാൻ ചെല്ലുമ്പോൾ കുറേ പേരൊക്കെ മേടിക്കും. കുറച്ച് പേരൊക്കെ പറയും വേണ്ട, വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് വിഷമം വന്ന് മേടിക്കാതിരുന്നപ്പോൾ. പക്ഷേ കുറച്ച് പേര് എന്നോട് ചോദിച്ച് വന്നിട്ടുണ്ട്. ചോദിച്ച് വന്ന് മേടിച്ച് ആ പത്രം കൊണ്ടുപോയെന്ന് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ പരിസരത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളും പിന്നെ ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ബൈബിൾ വായനയും പള്ളിയിൽ ഞങ്ങളുടെ അടുത്തൊരു കുരിശടിയുണ്ട്, അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ബൈബിൾ ഞാൻ എടുത്ത് വായിക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് വായിക്കണമെന്നൊക്കെ ഉണ്ട്. ബൈബിള് എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി വായിക്കണമെന്നും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഉടമ്പടി ഇനിയും ഈ അടുത്ത മാസം 7-ാം തീയതിയാണ് പുതുക്കേണ്ടത്. പിന്നെ ആ മോൻ്റെ ആൽവിൻ മോൻ്റെ അമ്മ ധന്യ എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് ബൈബിൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങളെ കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞേക്കുവാണ്. മാർച്ച് 26-ാം തീയതിയാണ് ആ മോൻ്റെ ആത്മീയമായിട്ടുള്ള ഇതെല്ലാം നടക്കുന്നത്. അതിന് വരുമ്പോൾ എനിക്കിത് ബൈബിൾ തരാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ മാതാവിനോടും തിരുകുമാരനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമയ ചാപ്റ്റർ 30:17. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. രോഗവും ദുരിതവും കഷ്ടതയും എന്തു വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് ശക്തി പകരുന്ന, നമ്മൾക്ക് ശരണപ്പെടാവുന്ന ഒരു ആലയമാണ് കൃപാസനം ആലയം. ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ തളരാതെ നമ്മുടെ മുറിവുകൾ ഈശോയ്ക്കും മാതാവിനോടും ചേർത്ത് വെച്ച് അവരുടെ കരങ്ങൾ പിടിച്ച് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ശ്രീരാജ് എസും കുടുംബവും നമുക്ക് തന്ന സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമുക്ക് കാണാവുന്നത്. ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് ഈ മക്കൾ ഉടമ്പടി എടുത്തപ്പോഴാണ് ഒരു വലിയ സൗഖ്യം ഈ മകന് ലഭിച്ചത്. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായം 26-ാം വചനം പറയുന്ന പോലെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവും നമ്മുടെ ഈ അമ്മയും കൂടെ നിന്ന് ഈ മകന് 3 വർഷമായിട്ട് കിഡ്നി പാൻക്രിയാസിൻ്റെയും തകരാറിലായിരുന്നു. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു. രോഗാവസ്ഥയിൽ പലപ്പോഴും ICUയിൽ, പലപ്പോഴും ആശുപത്രിയിൽ പോയി ഡയാലിസിസ് പറഞ്ഞിരുന്നു, ആഴ്ചയിൽ 3 പ്രാവശ്യം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടിലും കഷ്ടപ്പെടുന്ന സമയത്താണ് ICUയിൽ ഒരു സിസ്റ്ററാണ് പറഞ്ഞത്, കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കുക, മോന് സൗഖ്യം കിട്ടുമെന്ന്. നമ്മൾ ഓരോ പ്രേക്ഷിതരും നമ്മുടെ ഓരോ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർക്ക് ആ അനുഭവം സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് മറ്റൊരു ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ നമുക്ക് നൽകുവാൻ സാധിക്കുന്നത്. പിന്നെ അവർ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഇവർ പറഞ്ഞു, ഈ മകൻ ശ്രീരാജ് നടക്കുവാൻ തുടങ്ങി. വണ്ടി ഓടിച്ചാണ് അവരിവിടെ കൃപാസനത്തിൽ വന്നത്.
ആ 3 വർഷം ഈ മകന് സാധിക്കാത്തതാണ്. ഉടമ്പടി എടുത്ത ഉടനെ ഈ മകന് ഇവിടെ കൃപാസനത്തിൽ വരാൻ സാധിച്ചു. ഉടമ്പടി എടുത്ത് പോകുവാനും പിന്നെ പ്രാർത്ഥിക്കുവാനും ഇവർക്ക് സാധിച്ചു. 1 വർഷം അവർ വെയിറ്റ് ചെയ്തു. ഒരു കിഡ്നി പാൻക്രിയാസ് ലഭിക്കേണ്ടതാണ്. പാൻക്രിയാസ് ബ്രെയിൻ ഡെത്ത് ഉള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം എടുക്കാവുന്നതാണ്. ഇതെല്ലാം പിന്നീട് ഈശോയും മാതാവും ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ.